അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അദ്ദർസു സാദിസു അൽ ഖുർആനു കലാമുല്ലാഹ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. നമ്മുടെ ഈ ആറാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന ഒരേ ഒരു വിഷയം കലാമുല്ലാഹി. അതിൽ തന്നെ ഉണ്ട് നമ്മുടെ പാഠത്തിലെ വിഷയം ആ ഒരു ഉദാഹരണത്തിൽ തന്നെ ഉണ്ട്. കലാമുല്ലാഹി, അള്ളാഹുവിൻ്റെ കലാമ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ പൊതുവായിട്ട് ഈ പാഠത്തിലെല്ലാം മൊത്തത്തിൽ പറയുന്നൊരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. ഒരു വാക്ക് തുടങ്ങുമ്പോൾ, ഉദാഹരണത്തിന് അൽ ഖുർആനു, അത് തുടങ്ങുകയാണ്, ഒരു തുടക്കമാണ്. അപ്പോൾ ഒരു സംഗതി, ഒരു ഒരു പേര് കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അതിന് എപ്പോഴും എന്തായിരിക്കും? ലൊമ്മായിരിക്കും. പിന്നെ ചിലപ്പോഴൊക്കെ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പിന്നെ പഠിക്കാം. സാധാരണഗതിയിൽ ഒരു വാക്ക് തുടങ്ങുമ്പോൾ അതിന് എപ്പോഴും ലൊമ്മ കൊണ്ടാണ് തുടങ്ങുക. ഒരു വാക്ക് തുടങ്ങുകയാണെങ്കിൽ ഏത് വാക്ക് ഒരു ഇസ്മ കൊണ്ട്, ഒരു പേര് കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ, പേര് എന്ന് പറഞ്ഞാൽ എന്ത് പേരാകല്ലോ, ഖുർആൻ എന്നുള്ളൊരു പേരാണല്ലോ, ഒരു വസ്തുവിൻ്റെ പേരാണല്ലോ ഖുർആൻ എന്നുള്ളത്. പിന്നെ വിശുദ്ധ ഖുർആൻ, അതിന് ഖുർആൻ എന്നാണല്ലോ പറയാം. അപ്പോൾ ഖുർആനു. പിന്നെ കലാമുല്ലാഹി, അത് ഞാൻ പിന്നെ ഈ പാഠത്തിലെല്ലാം മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഒരു വിഷയം തുടങ്ങുമ്പോൾ ആ വിഷയം തുടങ്ങുമ്പോൾ അതിന് എപ്പോഴും ലൊമ്മായിരിക്കും. ഇനി ആ വിഷയം പൂർത്തീകരിച്ച് പറയുമ്പോൾ അതിനെന്താണ്? പിന്നെ അതിൻ്റെ ഒരു വിഷയം പറയല്ലോ. പിന്നെ സെയ്ദ് എന്ന് പറഞ്ഞ്, അപ്പോൾ സെയ്ദ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പൂർത്തിയായില്ല. അപ്പോൾ സെയ്ദ് എന്താണെന്ന് ചോദിക്കുമല്ലോ. പിന്നെ സെയ്ദുൻ കാത്തിബൻ, അവൻ എന്താണ്? എഴുത്തുകാരനാണ്. ഇപ്പം അത് പൂർത്തിയായി. അപ്പോൾ ഈ വിഷയം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ആ വിഷയം പൂർത്തീകരിക്കുമ്പോഴും അത് രണ്ടിനും ചിലപ്പോൾ പിന്നെ ഒന്ന് മുമ്പത്തെ തുടക്കം എന്ന് പറയും, മറ്റൊന്നിന് ഖബർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം അറിയിച്ചു. പിന്നെന്താണ്? സെയ്ദ് എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഓൻ കാത്തിബാണ്. അപ്പോൾ രണ്ടിനും ലൊമ്മ വരിക, സെയ്ദുൻ കാത്തിബുൻ. അത് മനസ്സിലായല്ലോ അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യുക? പൊതുവായിട്ട് മനസ്സിലാക്കി എല്ലാ പാഠത്തിലേക്കും ഉപകാരപ്പെടുന്നൊരു സംഗതിയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഈ പാഠത്തിൽ പറയുന്ന വിഷയം കലാമുല്ലാഹി, ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. അൽ ഖുർആനു, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു, അൽ ഖുർആനു, ഖുർആൻ, കലാമുൻ. അതെന്താണ്? അവിടെ പേര് നിർത്തുകയാണെങ്കിൽ എങ്ങനെ പറയാം? കലാമുൻ. ഖുർആൻ കലാമാണ്. ഇപ്പോൾ ഒരു സംഗതി പൂർത്തിയായല്ലോ, ഒരു സംഗതി മനസ്സിലായല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് സെയ്ദ് കുട്ടിയാണ്. അപ്പോൾ സംഗതി മനസ്സിലായല്ലോ, സെയ്ദ് കുട്ടിയാണെന്ന് മനസ്സിലായല്ലോ. ഇനി പറയാണ് സെയ്ദ് മുഹമ്മദിൻ്റെ കുട്ടിയാണ്. ഇപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്തു? പിന്നെ സെയ്ദ് എന്നുള്ളത് എന്താണ്? മുഹമ്മദിൻ്റെ കുട്ടിയാണ് അല്ലേ? അപ്പോൾ അതിലേക്ക് ചേർത്തി പറഞ്ഞു, മുഹമ്മദിൻ്റെ മുഹമ്മദിലേക്ക് ചേർത്തി പറഞ്ഞു. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ ഖുർആനും അൽ ഖുർആനു കലാമുൻ, ഖുർആൻ കലാമാണ്, അത് പൂർത്തിയായി. ഇനി എന്ത് ചെയ്തു? ആ പിന്നെ കലാമിന് എന്ത് ചെയ്തു? കലാമുല്ലാഹി, അള്ളാഹുവിലേക്ക് ചേർത്തു. അപ്പോൾ ഇവിടെ ഈ ചേർക്കുന്നതാണ് നമ്മളെ വിഷയം. കലാമുല്ലാഹി, കലാം എന്നുള്ളൊരു വാക്കാണ്, അള്ളാഹി എന്നുള്ളത് വേറൊരു വാക്കാണ്. അപ്പോൾ ഈ കലാമിനെ അള്ളാഹിലേക്ക് ചേർത്തു എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്ന എല്ലാ ഉദാഹരണത്തിലും പറയുന്ന ഒരു വിഷയം. അപ്പോൾ ഈ ചേർക്കുന്ന ഈ സംഗതി ഉണ്ടല്ലോ, കലാമു എന്നുള്ള, ഇതാണല്ല ചേർത്തത്. അപ്പോൾ ഈ കലാമു എന്നുള്ളത് ഇതെന്താണ്? ഇതെപ്പോഴും ഇതിൻ്റെ പേരാണ് മുലാഫ് എന്ന് പറയും. ഏതിലേക്കാണോ ചേർത്തത് ആ ഒരു വാക്കിന് മുലാഫിൻ ഇലൈഹി എന്ന് പറയും. ഒന്ന് ചേർത്തത്, മറ്റൊന്ന് ഏതിലേക്കാണോ ചേർത്തത് അതിന് മുലാഫിൻ ഇലൈഹി എന്ന് പറയും. അടുത്തത് ആഖിറുൽ കുത്തുബി, അവസാനത്തെ കിതാബ്. ആഖിറു, അവസാനത്തെ, അൽ കുത്തുബി എന്ന് ചെയ്തു? അവസാനത്തെ പിന്നെ കിതാബ് എന്ന്. ഇവിടെ എന്ത് ചെയ്തു? ആഖിറു എന്നതിനെ അൽ കുത്തുബിലേക്ക് ചേർത്തു. അപ്പോൾ ഈ ആഖിറു എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യും? ഇതിന് ചിലപ്പോൾ എന്ത് ചെയ്യും? തുടക്കത്തിന് എന്ത് ചെയ്യും? തുടക്കം എന്ന് പറഞ്ഞാൽ തുടക്കമാകുമ്പോഴേ അതിൻ്റെ ലൊമ്മ വരുള്ളൂ പറഞ്ഞു. പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? തുടക്കം അല്ലെങ്കിൽ ചിലപ്പോൾ ഫത്തും കസർക്കാർ വരും. ഏതിന്? മുലാഫിന്, ആദ്യത്തതിന്. ഇവിടെ ആഖിറുൽ കുത്തുബി, ഇവിടെ ലൊമ്മനുണ്ട്. അതെന്താണ്? ഒരു സംഗതി അറിയിച്ചല്ലോ, ഹുവ, അത് ഏത്? പിന്നെ ഖുർആൻ, അത് ആഖിറുൽ കുത്തുബി, അവസാനത്തെ കിതാബാണ്. അപ്പോൾ ആഖിറു എന്നുള്ളതിനെ കുത്തുബിലേക്ക് ചേർത്തു. ഈ കുത്തുബിക്ക് എപ്പോൾ എന്തായിരിക്കും? പിന്നെ കെസറായിരിക്കും, അത് മാറാൻ പാടില്ല. കുത്തുബി എന്നുള്ളത് എന്താണ്? മുലാഫിൻ ഇലൈഹി. മറ്റേതെന്താണ്? കലാമു എന്നുള്ളത് മുലാഫ്, അള്ളാഹി എന്നുള്ളത് മുലാഫിൻ ഇലൈഹി. മുലാഫിൻ ഇലൈക്ക് എപ്പോഴും ജറായിരിക്കും, അഥവാ കെസറായിരിക്കും. അതിനെപ്പോഴും കെസറ കൊടുക്കുക. ചിലപ്പോഴൊക്കെ മാറ്റം വരും, അത് അപൂർവമായിട്ട് മാറ്റം വരുള്ളൂ. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കലാമുല്ലാഹി എന്നുള്ളത് എന്താ ചെയ്യുക? പിന്നെ കലാമിനെ അള്ളാഹിലേക്ക് ചേർത്തു. കലാം എന്നുള്ളത് മുലാഫാണ്. മുലാഫ് പറഞ്ഞാൽ ചേർക്കുന്നത്, ഏതെന്നിലേക്കാണോ ചേർക്കുന്നതിന് മുലാഫിൻ ഇലൈഹി എന്ന് പറയും. എന്ന് മാത്രമല്ല അതിനെപ്പോഴും കെസറായിരിക്കും, കലാമുല്ലാഹി.
അടുത്ത ഉദാഹരണം തിബിയാനു കുല്ലി ഷൈഇൻ. തിബിയാനു കുല്ലി ഷൈഇൻ. തിബിയാൻ എന്ന് പറഞ്ഞ വിശദീകരണം, കുല്ലി എല്ലാത്തിൻ്റെയും വിശദീകരണം, ഷെയ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളുടെയും. അപ്പോൾ ഇവിടെ പിന്നെ രണ്ടെണ്ണത്തിലേക്ക് ചേർത്തു തിബിയാൻ എന്ന് പറഞ്ഞ വിശദീകരണമാകുന്നു. അപ്പോൾ അത് മാത്രം പറയാണ്. അപ്പോൾ പിന്നെ അത് ലമ്മനായിരിക്കും. തിബിയാനു കുല്ലി അല്ലേ, എല്ലാത്തിലേക്കുമുള്ള വിശദീകരണമാണ്. അപ്പോൾ എന്ത് ചെയ്തു, തിബിയാനു എന്നതിനെ പിന്നെ കുല്ലിലേക്ക് ഇലാഫത്ത് ചെയ്തു, ചേർക്കപ്പെട്ടു. ഇലാഫത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെട്ടു. അപ്പോൾ എന്താണ് അത് മുലാഫിൻ്റെ ഇലേക്ക് എപ്പോഴും കസറായിരിക്കും, ജെറായിരിക്കും. അതിന് അറബി കസറിന് പറയുന്ന മറ്റൊരു പേരാണ് ജെർ എന്ന് പറയും അല്ലേ. ഷെയ്ഇൻ, കുല്ലി ഷെയ്ഇൻ, എല്ലാ വസ്തുക്കളുടെയും. അപ്പോൾ കുല്ലിനെ എന്ത് ചെയ്തു, മറ്റൊന്നിലേക്കും കൂടി ചേർത്തു. അപ്പോൾ അതിനെന്താണ് പിന്നെ കസറായിരിക്കും, മുലാഫിൻ്റെ ഇലേക്ക് ആണല്ലോ. ഇനി സിയറൽ അംബിയായി വഫീഹ നഖറൗ ഫിഹ സിയറൽ അംബിയായി. ഇവിടെ എന്താ സിയറ എന്ന് വരാൻ കാരണം എന്താ, അതിന് മുമ്പ് അത് തുടക്കമല്ല, അതിന് മുമ്പ് ഫിഹ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പിന്നെ നമുക്ക് അത് പിന്നെ പഠിക്കാം. പിന്നെ ഇവിടെ സിയറൽ അംബിയായി, അംബിയാക്കളുടെ ചരിത്രങ്ങൾ. അപ്പോൾ അംബിയാക്കളിലേക്ക് ഇവിടെ ചേർത്തി പറഞ്ഞു. അപ്പോൾ അംബിയ എന്നുള്ള മുലാഫിൻ്റെ ഇലയാണ്. മുലാഫിൻ്റെ ഇലയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ആ മുലാഫിൻ്റെ ഇലേക്ക് എപ്പോഴും കസറായിരിക്കും. സിയറൽ അംബിയ ഇ വ അഹ്വാല അഖ്വാമിഹിം, അഖ്വാമി അല്ലേ, അഹ്വാല അഖ്വാമി അവരുടെ അവസ്ഥകളും. ആരുടെ, ആ അമ്പിയാക്കളുടെ പിന്നെ ജനത ഉണ്ടല്ലോ, ആ ജനതയുടെ അവസ്ഥകളും. അപ്പോൾ അഹ്വാല അഖ്വാമി. അപ്പോൾ ഈ അഹ്വാലിനെ എന്ത് ചെയ്തു, വീണ്ടും അഖ്വാമിലേക്ക് ചേർത്തു. അപ്പോൾ എന്ത് ചെയ്തു, അഖ്വാമിക്ക് എന്ത് ചെയ്തു, പിന്നെ മുലാഫിൻ ഇലൈ ആയതുകൊണ്ട് ജർ ചെയ്യപ്പെട്ടു, കസർ ചെയ്യപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ ഏതൊന്നിനെയും ഒന്നിനെ ചേർക്കും മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ചേർക്കപ്പെടുന്ന ഏതിലേക്കാണ് ചേർക്കപ്പെടുന്നത് അതിനെപ്പോഴും കസറായിരിക്കും കൊടുക്കുക എന്നർത്ഥം. അഅ്ലമു മുഅ്ജിസത്തിൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ മുലാഫിൻ്റെ ഇലേക്ക് എപ്പോഴും ജറായിരിക്കും, ഗസറായിരിക്കും, അത് മറക്കണ്ട. ഇനി ഒരു വസ്തു, ഒരു പിന്നെ ഖുർആനിനെ സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ ഖുർആൻ എന്ന് പറയാം. എപ്പോൾ എഴുതുമ്പോൾ നമ്മളിപ്പോൾ അറിയില്ല, ഉപ്പാക്ക് എന്താ പറയുക അബുൻ, ഉമ്മാക്ക് എന്താ പറയുക ഉമ്മുൻ എന്നൊക്കെ നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ എന്തുകൊണ്ട് തെൻവീൻ ഇട്ട് പറഞ്ഞത് അബുൻ, ഉമ്മുൻ, അബു എന്ന് പറഞ്ഞാൽ പോരേനാ. അത് എപ്പോഴും ഒറ്റക്കാവുമ്പോൾ എപ്പോഴും അതിനെന്തായിരിക്കും, തെൻവീനെ കൊണ്ടായിരിക്കും അവസാനിക്കുക. അബുൻ, ഉമ്മുൻ, ഖുർആനുൻ. ഈ ഖുർആന് മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ എന്ത് ചെയ്തു, ചേർക്കുമ്പോൾ അതിൻ്റെ തെൻവീന് പോകും. അപ്പോൾ എന്ത് ചെയ്തു, ഖുർആനു കലാമുല്ലാ, ഖുർആനുൻ കലാമുല്ലാ എന്ന് പറയുമോ, ഇല്ല പറയില്ല, അൽ ഖുർആനു കലാമുല്ലാഹി. അപ്പോൾ ഇനി പിന്നെ മറ്റൊന്നിലേക്ക് ചേർക്കപ്പെടുമ്പോൾ പിന്നെ തെൻവീനും അതുപോലെ തന്നെ തെസിനിയാൻ്റെ നൂനും ജമ്മിൻ്റെ നൂനൊക്കെ എന്ത് ചെയ്യും, കളയപ്പെടും. ജമ്മിൻ്റെ നൂന് തെസിനിയ ഇപ്പം പിന്നെ തെൻവീനെ കളയുന്ന കോലം മനസ്സിലായല്ലോ. അതേപോലെ തന്നെയാണ് തെസിനിയ. ദാരിസുൻ എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ദാരിസുൻ, ദാരിസാനി അതാണല്ലോ. പിന്നെ തെസിനിയ മുസന്ന രണ്ടാമത്തെ ഒരു വിഭാഗം ഉണ്ടല്ലോ, ആ പിന്നെ രണ്ടാൾക്ക് പറയുന്നത് ദാരിസാനി. അതിലുള്ള നൂനും ദാരിസൂനൊക്കെ അതിലൊക്കെ എന്ത് ചെയ്യും, പിന്നെ ജമ്മിൻ്റെയും തെസിനിയുടെയും തെൻവീനെയും എന്ത് ചെയ്യും, ഇലാഫത്ത് ചെയ്യപ്പെടുമ്പോൾ മറ്റൊന്നിലേക്ക് ചേർക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പിന്നെ തെൻവീനും അതേപോലെ തന്നെ നൂനൊക്കെ എന്ത് ചെയ്യും, കളയപ്പെടും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഉദാഹരണങ്ങൾ നോക്കുക. അതിന് മുമ്പ് ആ ബൈത്ത് വയുഹ്ദഫു തൻവീനു വന്നൂനാനി മിമാ യുളാഫു വയുജറു സാനി. നമ്മുടെ 16ാമത്തെ പേജിലുണ്ടല്ലോ ബാബുൽ മദ്രസത്തി, മദ്രസയുടെ വാതിൽ. 1-2 പറയുന്നുള്ളൂ, ബാക്കി നമ്മൾ മനസ്സിലാക്കാം. ബാബുൽ മദ്രസത്തി, മദ്രസയുടെ വാതിൽ. അപ്പോൾ ബാബിനെ എന്ത് ചെയ്തു, അത് തുടക്കമായതുകൊണ്ട് ലൊമ്മ കിട്ടി. ഇനി ദമ്മ ഈ പിന്നെ ഇപ്പോൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും, ഹർക്കത്തൊക്കെ ഇടാൻ തരും. അപ്പോൾ വളരെ സിമ്പിളാവും. നോക്കുക, ബാബുൽ മദ്രസത്തി, മദ്രസൻ്റെ വാതിൽ. അപ്പോൾ മദ്രസയിലേക്ക് ബാബിനെ ചേർത്തു. അപ്പോൾ ബാബ് എന്നുള്ള മുലാഫ്, മദ്രസത്തിൽ നിന്നുള്ള മുലാഫിനിലൈ. അടുത്ത താഴെയുള്ള നോക്കി, റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ റസൂല്. റസൂലുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല്. അപ്പോൾ അള്ളാഹുവിലേക്ക് റസൂലിനെ ചേർത്തു. അപ്പോൾ ഇത് തുടക്കമായത് കൊണ്ട് എപ്പോഴും ലമ്മായിരിക്കും. ഒരു ഇസ്മിന്, ഒരു പേരിന് എപ്പോഴും എന്തായിരിക്കും, ലമ്മായിരിക്കും. റസൂലുല്ലാഹി. അപ്പോൾ അള്ളാഹി എന്നുള്ള മുലാഫിനിലേക്ക് കസർ വന്നു. അടുത്ത് അബ്ദുർ റഹീമി. എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്, അബ്ദുർ റഹീം എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾ എഴുതുമ്പോൾ അബ്ദുർ റഹീമി എന്ന് എഴുതേണ്ടി. എന്താണ്, റഹീമിൻ്റെ അബ്ദ്, അടിമ എന്നർത്ഥം. അബ്ദുർ റഹീം എന്ന് പറഞ്ഞാൽ റഹീമായ അള്ളാഹുവിൻ്റെ അടിമ എന്നർത്ഥം. അപ്പോൾ ഇത് ഇവിടെ എന്താണ്, നമ്മളെ വിഷയം ഇപ്പം എന്താണ്, അബ്ദു എന്ന മുലാഫിനെ റഹീമിലേക്ക്, റഹീമായ മുലാഫിൻ്റെ ഇലയിലേക്ക് ഇലാഫത്ത് ചെയ്തു, ചേർക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, റഹീമി എന്നുള്ളതിന് കസർ വന്നു, ജെറ് വന്നു എന്നർത്ഥം.
ഇനി അടുത്തത് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ്. ആ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആസിമത്തു, ഒരു ഉദാഹരണത്തിന് ആസിമത്തുൽ ഹിന്ദി ന്യൂഡൽഹി. ഇവിടെ ആസിമത്തുൽ ഹിന്ദി ഇന്ത്യയുടെ തലസ്ഥാനം. അപ്പോൾ ഇന്ത്യയിലേക്ക് ആസിമിനെ ചേർത്തു. ഇന്ത്യയുടെ തലസ്ഥാനം അല്ലേ, ന്യൂഡൽഹി. അപ്പോൾ ഇവിടെ എന്താണ് ആസിമത്ത് എന്നുള്ള തുടക്കമായതുകൊണ്ട് എപ്പോഴും ലമ്മായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ആസിമത്തുൽ ഹിന്ദി, ഹിന്ദിനെപ്പോഴും ഗസറായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തപ്പോൾ ഈ ചേർക്കപ്പെടുന്ന മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എന്താണ് ജറായിരിക്കും, ഗസറായിരിക്കും. അടുത്ത് മനാറത്ത് പറഞ്ഞാൽ മിനാരം അല്ലേ. മനാറത്ത് എന്തിനാ മിനാരം ഉണ്ടാകല്? പള്ളിൻ്റെ അല്ലേ. മനാറത്തുൽ മസ്ജിദി, പള്ളിയുടെ മിനാരം എന്തായിരിക്കും? കബീറത്തുൻ അല്ലേ. അവിടെ കബീറത്ത് എന്ന് പറഞ്ഞാൽ വലുതാണ് എന്നുണ്ട്. അതേപോലെ തന്നെ വാസിയുൻ, വിശാലമാണെന്നൊക്കെ ഉണ്ട്. പള്ളിൻ്റെ മിനാരം അതിന് ചോദിച്ചല്ല അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പള്ളിൻ്റെ മിനാരം എന്താണ്? വാസി, പിന്നെ കബീറത്തുൻ, വലുതാണ്. ഇനിയിവിടെ മനാറത്തുൽ മസ്ജിദി കബീറത്തും എന്നുണ്ട്. ഇനി വേറൊന്നും കൂടി ഉണ്ട്, കബീറൊന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാ കൊടുക്കണ്ടേ? കബീറത്തുൻ. കാരണം എന്താ? മനാറത്തു അല്ലേ, മനാറത്തു മസ്ജിദ്, പള്ളിൻ്റെ മിനാരം. പള്ളി വലുതാണെന്നല്ല പറഞ്ഞ്, പള്ളിൻ്റെ മിനാരം. മിനാരത്തെക്കുറിച്ചാണ്. മിനാരത്തെക്കുറിച്ച് പറയുമ്പോൾ പള്ളിനെ കുറിച്ചാകുമ്പം പള്ളീനെ എഴുതണം. മിനാരത്തെക്കുറിച്ചാകുമ്പോൾ മിനാരാണ് നോക്കേണ്ടത്. മനാറത്തു എന്നുള്ളത് എന്താണ്? പിന്നെ അതൊരു പെണ്ണായ വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? പിന്നെ കബീറത്തുന്നുണ്ടെങ്കിൽ കബീറത്തുനിന്ന് തന്നെ കൊടുക്കണം. അടുത്ത് നലീഫുൽ, പിന്നെ ഖമീസുൽ വലതി, കുട്ടിയുടെ കുപ്പായം. കുപ്പായം എന്ന് പറയുമ്പോൾ കുട്ടിയിലേക്ക് ചേർത്തു. അപ്പോൾ എങ്ങനെ പറയാ? ഖമീസു, തുടക്കമായതുകൊണ്ട് ലമ്മ്, ഖമീസുൽ വലതി, കുട്ടിയുടെ കുപ്പായം. അപ്പോൾ വലതി എന്നുള്ളതാണ് വലതിലേക്ക് ഇലാഫത്ത് ചെയ്തു, ചേർക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? വലതുക്ക് എന്ത് ചെയ്തു? കസർ കിട്ടി. അപ്പോൾ ഖമീസുൽ വലതി, വലതിൻ്റെ ഖമീസ്. കബീറത്ത് എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണ്? നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടിയുടെ കുപ്പായാണ്, കുട്ടിയല്ല, കുട്ടിയുടെ കുപ്പായാണ്. അപ്പോൾ ചർച്ച ചെയ്യുന്നത് ഖമീസ് എന്നാണ്. ഖമീസ് എന്നുള്ളതാണ് പെണ്ണല്ല, ആണായ ഒരു വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് കബീറത്തൊന്നും പറ്റൂല. അപ്പോൾ പിന്നെ നലീഫുൻ. അപ്പോൾ ഇങ്ങനെ ഇതാ ഖമീസുൽ വലതി, കുട്ടിയുടെ കുപ്പായം, നലീഫും, വൃത്തിയുള്ളതാണ്. വേറൊരു ഉദാഹരണം കൂടി നോക്കുക. ഷാരി ഉൽ മദീനത്തി, ഷാരി ഒ എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഹർക്കത്തൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. എന്താ കാരണം? ലൊമ്മ് കൊടുക്കണം. എന്താ കാരണം? തുടക്കമായതുകൊണ്ട്. ഷാരി ഉൽ മദീനത്തി, മദീനയുടെ റോഡ്. ഒന്നെങ്കിൽ മദീനാറിൻ്റെ സ്ഥലത്തിൻ്റെ റോഡ്, അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ റോഡ്. മദീനാറിൻ്റെ പട്ടണം എന്നർത്ഥം. അപ്പോൾ പട്ടണത്തിൻ്റെ റോഡ്, പട്ടണത്തിലെ റോഡ് എന്താണ്? വാസിഉൻ. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് റോഡ്, ഷാരി ഉൽ മദീനത്തി, പട്ടണത്തിലെ റോഡ്. ഷാരി എന്നുള്ള റോഡാണ്. റോഡിനെന്താണ്? ആണാണ്. കാരണം എന്താണ്? അവിടെ ഹാത്താവുന്നില്ല. അപ്പോൾ അത് ആണാന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് വാസിയത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാ കൊടുക്കുക? വാസിയെന്ന് കൊടുക്കണം. കാരണം ഷാരി എന്നുള്ളത് ആണായതുകൊണ്ട് അല്ലേ. ഇനി അവിടെ പെണ്ണാണ്, പിന്നെ ഒരു പെണ്ണായ ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? വാസിയത്തുനിന്ന് കൊടുക്കണം. ഇനി ഏത് ഉദാഹരണം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അടുത്തത് അൽ കാബത്തു ഖിബലത്തുൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ പിന്നെ ഖിബലയാണെന്ത്? കാബ. കാബത്തു എന്ന് എഴുതണം. അൽ കാബത്തു തുടക്കമായതുകൊണ്ട് കാബത്തു. ഖിബലത്തുൽ മുസ്ലിമീന അല്ലേ. പിന്നെ അവിടെ എന്താണ്? മുസ്ലിമീനിലേക്കാണ് എന്ത് ചെയ്ത് ഖിബലയെ ചേർത്തിട്ടുള്ളത്, മുസ്ലിമീന. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? കാബത്തു ഖിബലത്തുൽ മുസ്ലിമീന. ഇവിടെ എന്താണ്? പിന്നെ ഒന്നിനെ മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ ചേർക്കപ്പെടുമ്പോൾ കെസറാണ് വരിക എന്ന് പറഞ്ഞല്ലോ. മുലാഫിനിലേക്ക് ജറായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്തില്ല? ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് ചില പദങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞോളുന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യുക? പിന്നീട് പഠിക്കാം. ഇവിടെ ഇപ്പം ഇങ്ങനത്തെ മുസ്ലിമീന, മുദരിസീന എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക. അതങ്ങനെ തന്നെ എഴുതൽ. ഖിബലത്തുൽ മുസ്ലിമീന. ഇനി ബാഹത്തുൽ മദ്രസത്തി, നേരത്തെ ഉള്ളത് കാബത്തു ഖിബലത്തുൽ മുസ്ലിമീന. കാബ എന്ന് പറഞ്ഞാൽ ഖിബലയാണ്. അപ്പോൾ ആ സെൻറ്റൻസ് പൂർത്തിയാക്കി. പിന്നെ എന്ത് ചെയ്യുക? ആരിലേക്ക് ചേർത്തു? കാബ എന്ന് പറഞ്ഞാൽ ഖിബലയാണെന്ന് പറഞ്ഞപ്പോൾ ചേർത്തിട്ടില്ല, ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കണം. അപ്പോൾ എങ്ങനെ? ഖിബലത്തുൽ മുസ്ലിമീന, മുസ്ലിമീൻ്റെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഖിബല, അങ്ങനെയാണ്. അങ്ങനത്തെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ബാഹത്തുൽ മദ്രസത്തി, മദ്രസൻ്റെ മുറ്റം. അപ്പോൾ എന്ത് ചെയ്തു? മദ്രസയിലേക്ക് ചേർത്തു. മുറ്റം എന്തിനാണ്? മദ്രസൻ്റെ മുറ്റം.
എന്താണ് വാസിഅത്തുൻ, അത് വിശാലമുള്ളതാണ്. ഇവിടെ എന്താ വാസിഅത്ത് എന്ന് പറയാൻ കാരണം? ബാഹത്തു തുടക്കാണ്, ബാഹത്തുൽ മദ്രസത്തി വാസിഅത്തുൻ. വാസിഅത്ത് എന്ന് പറയാൻ കാരണം ബാഹത്തു എന്നുള്ള പെണ്ണായതുകൊണ്ട്. ബാഹത്തുൽ മദ്രസ ഇനി ബാഹുന്നായിരം ആണെങ്കിൽ അങ്ങനെ വരില്ല, ബാഹുന്നാണെങ്കിൽ എന്ത് ചെയ്യണം? വാസി ഒന്ന് എഴുതണം. ദഹബത്തു ഞാൻ പോയി, ഇലാ ബൈത്തിൽ ഉസ്താദ്, ഇലാ ബൈത്തി വീട്ടിലേക്ക്. ദഹബത്തു ഞാൻ പോയി, ഇലാ ബൈത്തി അൽ ഉസ്താദ് ഉസ്താദിൻ്റെ, ബൈത്തിൽ ഉസ്താദി ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഉസ്താദിൻ്റെ എന്നുള്ളതിലേക്ക് ഉസ്താദിലേക്ക് ചേർത്തു. അപ്പോൾ ഉസ്താദി എന്നുള്ള മുലാഫിൻ്റെ ഇലയാണ്, അതിന് കസർ കൊടുക്കണം. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഈ 17ാമത്തെ പേജ് ഇത് ഏത് വന്നാലും നമുക്ക് എന്ത് ചെയ്യണം? എഴുതാൻ കിട്ടണം. ഇനി നുഅരിബ് അറബിയാക്കാനുള്ള പിതാവിൻ്റെ കുപ്പായം. പിതാവിൻ്റെ കുപ്പായം എന്ന് പറഞ്ഞാൽ കുപ്പായത്തിന് നമ്മൾ പഠിച്ചു കമീസു. ആരിലേക്ക് ചേർക്കേണ്ടത്? പിതാവിൻ്റെ. ഉപ്പാക്കെന്താ? അബ് അല്ലേ? കമീസുൽ അബ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ചേർക്കുമ്പം കസർ കൊടുക്കണം. കമീസുൽ അബി. ഇപ്പോൾ ഉപ്പാൻ്റെ കുപ്പായം. ഞാൻ കഴുകി എന്ന് പറയുമ്പോൾ വസല എന്ന് പറഞ്ഞാൽ കഴുകി, ഞാൻ കഴുകി എന്ന് പറയണം വസൽത്തു. അപ്പോൾ വസൽത്തു കമീസൽ അബി. ശ്രദ്ധിക്കുക. ഇനി സുഹൃത്തിൻ്റെ വീട്. വീടിന് എന്താ പറയുക? ബൈത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ദാർ എന്നൊക്കെ പറയും അല്ലേ? ബൈത്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സ്വദീഖ്. അപ്പോൾ സുഹൃത്തിൻ്റെ വീട്. അപ്പോൾ ബൈത്ത് എന്ന് പറഞ്ഞ വീട് ആരിലേക്ക്? സ്വദീഖിൻ്റെ. അപ്പോൾ ബൈത്തു സ്വദീഖ എന്ന് പറയാം, സ്വദീഖി എന്ന് പറയാം, ബൈത്തു സ്വദീഖി പറയണം. എന്താ കാരണം? സ്വദീഖ് എന്നുള്ളത് പിന്നെ ബൈത്തിനെ സ്വദീഖിലേക്ക് ചേർത്തപ്പോൾ ഇതാ മുലാഫിൻ്റെ ഇലൈഹി, ആ മുലാഫിൻ്റെ ഇലൈക്ക് എന്താണ്? എപ്പോഴും കസറായിരിക്കും. ബൈത്തു സ്വദീഖി അല്ലേ? ഞാൻ സന്ദർശിച്ചു. സുർതു ബൈത്ത് സ്വദീഖി, സുർതു ബൈത്ത് സ്വദീഖി. അവിടെ സുർതു എന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ബൈത്തു സ്വദീഖി എന്ന് പറയാം. ബൈത്തു സ്വദീഖി തുടക്കമായതുകൊണ്ട് ബൈത്തു സ്വദീഖി. അവിടെ സുർതു എന്ന് പറഞ്ഞതുകൊണ്ട് സുർതു ഞാൻ സന്ദർശിച്ചു ബൈത്ത് സ്വദീഖി. അത് മനസ്സിലായോ? സുർതു എന്നുള്ളത് പിന്നെ അതിൻ്റെ മഫൂലാണ് എന്ത്? ബൈത്താന്നുള്ളത്. ബൈത്തിന് എന്ത് ചെയ്തു? സ്വദീഖിലേക്ക് ചേർത്തു. അപ്പോൾ എന്ത് ചെയ്തു? സ്വദീഖി എന്നുള്ളതിന് അതിന് കസർ വന്നു. ഇനി നീ റോഡിൻ്റെ മധ്യത്തിൽ കളിക്കരുത്. കളിക്കരുത് പറഞ്ഞാൽ ലാത്തല്ലാവ്, നീ കളിക്കരുത്. റോഡിൻ്റെ മധ്യം. ഷാരി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഷാരി പറഞ്ഞാൽ റോഡ്. അപ്പോൾ റോഡിൻ്റെ മധ്യം എന്ന് പറഞ്ഞാൽ റോഡിലേക്ക് ചേർക്കണം. അപ്പോൾ പിന്നെ വസ്തുശാരി പറഞ്ഞാൽ റോഡിൻ്റെ മധ്യം. ആ മധ്യത്തിൽ എന്ത് ചെയ്ത്? ലാത്തല്ലാബ് വസ്തുശാരി അതിനെന്ത് ചെയ്യണം? കസർ കൊടുക്കണം. എന്തേ കാരണം? മുലാഫിൻ്റെ കൊണ്ട്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഒന്ന് ചേർക്കുന്നത് മുലാഫ്, മറ്റൊന്ന് മുലാഫിൻ ഇലൈഹി. ആ മുലാഫിൻ ഇലൈക്ക് എപ്പോഴും കസറായിരിക്കും, ജറായിരിക്കും. അത്